ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ലൈഫിൻ്റെ പുതിയൊരു ഫേസിലേക്ക് കടന്നിരിക്കുക അല്ലേ? മിസ് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇത്രയും നാളും 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ? അതായത് 10ാം ക്ലാസ്സിലെ കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകളും ചില ടേമുകളും നിങ്ങൾ കേട്ട് മാത്രം വിട്ടതുമുണ്ട്. അത് നിങ്ങളുടെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ആയിരുന്നു. ആ ഹൈസ്കൂൾ എഡ്യൂക്കേഷന് ശേഷം നിങ്ങൾ ഒരു 2 മാസത്തോളമായിട്ട് +2ലേക്ക് പുതിയൊരു സ്റ്റെപ്പ് വെച്ചിരിക്കുക. അതായത് ലൈഫിൻ്റെ പുതിയൊരു ഫേസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇനി നമുക്കിവിടെ ടേംസ് കേട്ടുവിടുന്ന പരിപാടിയൊന്നുമല്ല, ഹയർ സെക്കൻഡറി ആണല്ലേ. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണ്. +1 +2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പല കാര്യങ്ങളുടെയും അഡ്വാൻസ്ഡ് വേർഷനാണ് +1 +2 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ കല്ലിടുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു ഫേസാണ് +1 എന്ന് പറയുന്നത്. +1ൻ്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ഫോമാണ് +2. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +1 +2 ഓഫ് കോഴ്സ് ഒരു വൈബ്രൻ്റ് ആൻഡ് കളർഫുൾ പീരീഡാണ്. പക്ഷേ ലൈഫിനെ അങ്ങനെ വൈബ്രൻ്റ് ആൻഡ് കളർഫുൾ ആക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സൈഡും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ ബിൽഡപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് കരിയർ വൈസ് നിങ്ങൾക്ക് ഈ +1 +2നെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് മിസ്സ് പറഞ്ഞു തരാൻ പോകുന്നത്. അതും നമുക്ക് ആദ്യം +1 ആണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? +1ലെ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് +2ൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പല കുട്ടികളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് +1 അങ്ങ് വിടും, +2 എന്നിട്ട് ബാക്കി +2 പഠിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം +2ൽ പഠിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ റൂട്ട് നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? +1ലെ പല ടോപ്പിക്കുകളിലും. അതായത് +1നെയും +2നെയും നമുക്ക് ഒരിക്കലും വേർതിരിച്ച് പറയാൻ പറ്റത്തില്ല. +1ൻ്റെ ബാക്കിയാണ് +2 എന്ന് പറയുന്നത്, കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ. അപ്പം എപ്പോഴും നമുക്ക് ബേസ് എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിരിക്കണം. ഒരു ബേസ് സ്ട്രോങ് ആവാതെ ഒരിക്കലും നമുക്ക് അതിൻ്റെ പൊക്കത്തേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അങ്ങനെ ബിൽഡപ്പ് ചെയ്താൽ എന്ത് പറ്റും? പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം കൂടെ അങ്ങ് തകർന്നു വീഴും അല്ലേ? അത് തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ പരീക്ഷയിൽ സംഭവിക്കുന്നത്. ബേസ് സ്ട്രോങ് അല്ല, നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നു, പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു, തകർന്നു പോകുന്നു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ആ പാറ്റേൺ ഒന്ന് മാറ്റിപ്പിടിക്കാം. നമുക്ക് കാണാപ്പാഠം പഠിക്കുന്ന പരിപാടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിട്ടേക്കാം. നമുക്കിനി തൊട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കാം. നമ്മൾ എപ്പോഴാണോ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ പഠനം എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. നമുക്ക് പഠിക്കാൻ പിന്നീട് കുറച്ചുകൂടെ ഇഷ്ടം തോന്നും. കാണാപ്പാഠം പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പഠനത്തോട് വെറുപ്പായിരിക്കും തോന്നുന്നത്. അത് ചുമ്മാ നമ്മളൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം വിഴുങ്ങുന്ന ഒരു പരിപാടിയാണ്. അത് നമുക്ക് വേണ്ട. നമുക്ക് പഠനം കുറച്ചുകൂടെ ഈസിയർ ആക്കാം അല്ലേ? അപ്പോൾ മിസ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ +1 സുവോളജി പോർഷൻ എങ്ങനെ ഈസി ആയിട്ട് മാറ്റാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട സുവോളജി എങ്ങനെയൊക്കെ പഠിക്കാമെന്ന് പറയാനാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ചാപ്റ്റർ നോക്കുമ്പോഴത്തേക്കും സുവോളജിയുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലിവിങ് വേൾഡ് ആണ്. അപ്പം ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ അത് സുവോളജിയുടെ മാത്രമല്ല ബോട്ടണിയുടെയും കൂടെ ഒരു കോമൺ ടോപ്പിക്കാന്ന് പറയാം. ബോട്ടണിയിലെ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്, സുവോളജിയിലെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ബോട്ടണി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും സുവോളജി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും ബേസിക് ആയിട്ട് എന്തറിഞ്ഞിരിക്കണം? ലിവിങ് വേൾഡിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്ന ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും എല്ലാത്തിലും ഒരു ബേസ് ആയിട്ട് ഒരു റൂട്ടായിട്ട് ഈ ചാപ്റ്ററിന് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും മെയിനായിട്ടും നമുക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചർ പഠിക്കണം. മക്കളെ, ബയോളജി പഠിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ ഒരു ടേം കിട്ടിയാൽ ആ ടേമിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ പഠിക്കണം. അങ്ങനെ അർത്ഥം കിട്ടുവാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണ്. ഇപ്പം മിസ് ഒരു ടേം പറഞ്ഞില്ലേ, ബൈനോമിയൽ നോമൻക്ലേച്ചർ. അങ്ങനെ ഒരു പേര് നിങ്ങളുടെ മനസ്സിലോട്ട് വരുമ്പോഴേ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു ടേം കേൾക്കുമ്പോഴേ ഓക്കെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അതിൻ്റെ അർത്ഥം എന്താ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ ഓർക്കണം. അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സുവോളജിയിൽ മാത്രമല്ല അല്ലെങ്കിൽ ബോട്ടണിയിൽ മാത്രമല്ല ഈ നോമൻക്ലേച്ചർ കേൾക്കുന്നത് അല്ലേ? നിങ്ങൾ കെമിസ്ട്രിയിലേക്ക് പോയാലും നോമൻക്ലേച്ചർ കേൾക്കും. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി ഒരു സാധനത്തിനെ നെയിം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ടേമിൻ്റെ ഫ്രണ്ടിൽ എന്തും കൂടെ ആഡ് ചെയ്തു? ബൈനോമിയൽ. ബൈ എന്ന് വെച്ചാൽ എന്താ? രണ്ട് കമ്പോണൻസ് വെച്ച് ഒരു ഓർഗാനിസത്തിനെ നെയിം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്കൊരു ടേം കിട്ടി, നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടി. ഇനി അതുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് അടുത്ത കാര്യത്തിലേക്ക് പോവുക. സോ ബയോളജി ഈസി ആക്കുക എന്ന് പറയുന്നത് ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നതാണ്. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോഴത്തേക്കും കുറേ ലിങ്ക്ഡ് റിയാക്ഷൻസ് പഠിക്കത്തില്ലേ? ഒരു റിയാക്ഷന് തുടങ്ങി അടുത്ത റിയാക്ഷനിൽ പോകുന്ന പോലെ. അതുപോലെ തന്നെ നമ്മൾ സുവോളജി പഠിക്കണം. ഒരു കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ
ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മുടെ കയ്യിൽ ഒതുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ സ്റ്റാർട്ട് ചെയ്യാം. മിസ് ഓൾറെഡി പറഞ്ഞു ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് രണ്ട് പേര് വെച്ച് അല്ലെങ്കിൽ രണ്ട് കമ്പോണൻറ്റ് വെച്ച് ഒരു ഓർഗാനിസത്തിന് നെയിം കൊടുക്കുന്നതിന് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയും. അപ്പോൾ തന്നെ ഓർക്കുക ഏതാണ് ആ രണ്ട് കമ്പോണൻസ്. ഒന്നാമത്തെ കമ്പോണൻറ്റ് നമ്മൾ ജീനസ് എന്ന് പറയും, രണ്ടാമത്തെ കമ്പോണൻറ്റ് സ്പീഷ്യസ് ആണ് അല്ലേ. ഫോർ എക്സാമ്പിൾ അപ്പം തന്നെ ഒരു എക്സാമ്പിൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. മാഗ്നിഫെറ ഇൻഡിക്ക മാംഗോ ആണ് അല്ലേ. മാഗ്നിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മാംഗോ ആണ്. അവിടെ മാഗ്നിഫെറയാണ് ജീനസ് നെയിം, ഇൻഡിക്ക എന്ന് പറയുന്നതാണ് സ്പീഷ്യസ് നെയിം അല്ലേ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുക്കി അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ ഈ സുവോളജി ടോപ്പിക്കുകളെല്ലാം പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യത്തിൽ തുടങ്ങി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിവിങ് വേൾഡിനെ പറ്റി പറയുമ്പം ഫസ്റ്റ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഓർക്കുക. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് ഇപ്പോൾ NCERT കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് പണ്ട് മ്യൂസിയം, ഹെർബേറിയം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് അതെല്ലാം ഒഴിവാക്കി. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഡിഫൈൻ ചെയ്യുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ടാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഉള്ളതിൽ സുവോളജി ടോപ്പിക്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഹയറാർക്കി പറ്റി പഠിക്കാനുണ്ട്. ഹയറാർക്കി എന്ന് പറയുമ്പോൾ ഫൈലത്തിൽ തുടങ്ങി അവസാനം ഒരു സ്പീഷ്യസിൽ അവസാനിക്കുന്നതാണ് ഹയറാർക്കിയൽ സിസ്റ്റം. അപ്പം അത് ബോട്ടണിയിലും വരുന്നുണ്ട്, സുവോളജിയിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹയറാർക്കിയൽ സിസ്റ്റത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് നോക്കുക, മിസ് പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുക. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് ഓർക്കുക, അതിന് എക്സാമ്പിൾസ് ഓർക്കുക. അപ്പം തന്നെ ആ ചാപ്റ്ററിൻ്റെ പകുതി പോർഷൻ നമുക്ക് കയ്യിലായി. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഹയറാർക്കിയൽ സിസ്റ്റം. അതിൻ്റെ അകത്ത് ഓരോന്നും സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ചേരുന്നതാണ് സ്പീഷ്യസ്. ഇനി ജീനസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം സ്പീഷ്യസുകൾ ചേർത്ത് വരുന്നതാണ് ജീനസ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പം സിമ്പിളായിട്ട് ആ ചാപ്റ്റർ നമുക്ക് അവസാനിക്കും. ഇനി അടുത്തത് സുവോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. അതായത് ലിവിങ് വേൾഡിൻ്റെ അവസാനം നമ്മൾ പഠിച്ച ഫൈലം ഇല്ലേ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹയറാർക്കിയിൽ നിൽക്കുന്ന ഫൈലം, ആ ഫൈലത്തിനെ പറ്റിയാണ് നമ്മൾ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫൈലം കോഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ നോൺ കോഡേറ്റ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ നോൺ കോഡേറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായും നമുക്ക് 10 ഫൈലങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഫൈലത്തിൻ്റെ പേരാണ് ഫൈലം പോറിഫെറ. മിസ് പറഞ്ഞ അതേ സ്ട്രാറ്റജി അങ്ങ് യൂസ് ചെയ്താൽ മതി. ഒരു ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ടേമിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. പോറിഫെറ എന്ന് പറഞ്ഞാൽ എന്താ, പോർ ബിയറിംഗ് ആനിമൽസ് എന്നാണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള ഏതൊരു മെമ്പറിൻ്റെ ബോഡി എടുത്ത് നോക്കിയാലും ആ മെമ്പറിൻ്റെ ബോഡിയിൽ മൊത്തം ചെറിയ ചെറിയ മൈന്യൂട്ട് പോറുകളുണ്ട്, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടെന്ന്. അപ്പോൾ ആ ഹോൾസിൻ്റെ പേരെന്താന്ന് ഓർക്കണം. ഹോൾസിൻ്റെ പേരെന്താ, ഓസ്റ്റിയ അല്ലേ. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടി. പോർ ബിയറിംഗ് ആനിമൽസ് ആണ്, ആ പോറിൻ്റെ പേരാണ് ഓസ്റ്റിയ എന്ന് പറയുന്നത്. പിന്നെ ആലോചിക്കുക, ഇവരെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഏത് എൻവയോൺമെൻറ്റിൽ കാണാൻ പറ്റും. അക്വാട്ടിക് എൻവയോൺമെൻ്റ് ആണ്, വാട്ടർ എൻവയോൺമെൻറ്റിലാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഫൈലം പോറിഫെറയെ പറ്റി പഠിക്കുക. ലാസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ തന്നെ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചില്ല, അവർക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ, കൂടുതലും മജോറിറ്റി ഓഫ് പോറിഫെറൻസും കാണുന്നത് മറൈൻ വാട്ടറിലാണ്, ഉപ്പുവെള്ളത്തിലാണ് കാണുന്നത്. അതേസമയം വളരെ കുറച്ച് മെമ്പേഴ്സിനെ മാത്രമേ നമുക്ക് ഫ്രഷ് വാട്ടറിൽ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഒരു പോറിഫെറിൻ്റെ പേരാണ് ഈ പറയുന്ന സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല ഫ്രഷ് വാട്ടർ സ്പോഞ്ചിയാണ്. അതുപോലെ തന്നെ സൈക്കണിൻ്റെ കോമൺ നെയിം സ്കൈഫ എന്ന് പറയും. അതുപോലെ ബാത്ത് സ്പോഞ്ചിയുണ്ട്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസും അവരുടെ കോമൺ നെയിമുകളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫൈലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഫൈലം സീലൻഡ്രേറ്റ്സ്, അല്ലെങ്കിൽ അവരെ നമ്മൾ ഫൈലം നിഡേറിയ എന്നും പറയാറുണ്ട്. അപ്പം നമുക്ക് ടേം കിട്ടിയിട്ടുണ്ട്. ടേം കിട്ടുമ്പോഴേ ഓർക്കുക എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു. എന്തുകൊണ്ട് നിഡേറിയ എന്ന് പറയാൻ കാരണം എന്താ, ഇവരുടെ ഒരു യുണീക്ക് ക്യാരക്ടറാണ്. ഇവരുടെ ടെൻഡക്കിൾസിൽ നിങ്ങൾ ഹൈഡ്രയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ ഹൈഡ്രയുടെയൊക്കെ ടെൻഡക്കിൾസിൽ ഇതുപോലെ ചെറിയ പോയിസണസ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്, അല്ലെങ്കിൽ സ്റ്റിങ്ങുകളുണ്ട്, കുത്താൻ പറ്റുന്ന സ്റ്റിങ് റേസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നിഡോബ്ലാസ്റ്റ്. അങ്ങനെ നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഫൈലത്തിന് എന്ത് പേര് വന്നത്, നിഡേറിയ എന്ന പേര് വന്നത്. ഇനി മറ്റൊരു പേരാ സിലിൻഡ്രേറ്റ് അല്ലേ. അതായത് ഇവരുടെ ബോഡി എടുത്ത് നോക്കുകയാണെങ്കിൽ ബോഡിയുടെ നടുക്കായിട്ട് വലിയൊരു ക്യാവിറ്റി സ്പേസ് ഉണ്ട്. ആ ക്യാവിറ്റി സ്പേസിനെ വിളിക്കുന്ന പേരാ സിലിൻഡ്രോൺ. അപ്പോൾ സിലിൻഡ്രോൺ ഉള്ളവരെ നമ്മൾ വിളിക്കും സിലിൻഡ്രേറ്റ.
പേരിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഒരു നടുക്കൊരു ക്യാവിറ്റി സ്പേസ് ഉണ്ട്, ആ ക്യാവിറ്റി സ്പേസിനെ സിലിൻഡ്രോൺ എന്ന് പറയും, അതുകൊണ്ട് പേര് സിലിൻഡ്രേറ്റ. ഇനി ഇവരുടെ ടെൻഡക്കിൾസിൽ ചില പോയിസണസ് സ്റ്റിങ്ങുകളുണ്ട്, അതുകൊണ്ട് ആ പോയിസണസ് സ്റ്റിങ്ങിനെ നിഡോബ്ലാസ്റ്റ് എന്ന് പറയും. സോ ഫൈലം നിഡേറിയ എന്ന് പേര് വന്നു. ഇനി ഇവിടെയും കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇവരിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇവർക്ക് രണ്ട് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ചിലർ പോളിപ്പ് ഫോമിലായിരിക്കും കാണുന്നത്. ഈ പോളിപ്പ് എന്ത് ചെയ്യും? അസെക്ഷുവലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെന്തായിട്ട് മാറും? മെഡൂസോയിഡ് ഫോമായിട്ട് മാറും. അപ്പോൾ പോളിപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് ഗ്രോ ചെയ്യുന്നവരാണ്. അവർക്കൊരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. സെസൈൽ എന്ന് പറയും. ഇനി അതേസമയം മെഡൂസ എന്ന് പറഞ്ഞാലോ അംബർല ഷേപ്പാണ്. മെഡൂസ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഒരു ജെല്ലി ഫിഷിന് ഓർമ്മ വന്നാൽ മതി. ജെല്ലി ഫിഷ് അതൊരു അംബർല ഷേപ്ഡ് ആണല്ലോ. അവർക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ പോളിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രേനെ മനസ്സിൽ ഓർക്കുക, മെഡൂസോയിഡ് ഫോം എന്ന് പറയുമ്പോൾ ഒരു ജെല്ലി ഫിഷിനെ ഓർക്കുക. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. പോളിപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ? ഹൈഡ്ര എങ്ങനെ ഇരിക്കുന്നത്? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ അല്ലേ. ഇനി ജെല്ലി ഫിഷ് ആണെങ്കിലോ അംബർല ഷേപ്പിൽ. ഹൈഡ്ര ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്താണ് കാണപ്പെടുന്നത്. ജെല്ലി ഫിഷ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് മൂവ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് ഫോമിൽ എക്സിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നവരാണെന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലിൻഡ്രേറ്റിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ടീനോഫോറ. ടീനോഫോറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് കോംപ്ലേറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ എല്ലാ ഫൈലവും പഠിക്കുമ്പോൾ ഫൈലത്തിന് കോമൺ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ കോമൺ ക്യാരക്ടേഴ്സ് അവിടെ വെച്ചിട്ട് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലാണ് കേട്ടോ. കോമൺ ക്യാരക്ടർ പഠിക്കേണ്ടെന്നല്ല, പക്ഷെ നമുക്ക് ഒരു ഫൈലും മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോഴേ ആദ്യം വരേണ്ടത് ഈ യുണീക്ക് ഫീച്ചേഴ്സാണ്. ഓക്കെ, അപ്പം ടീനോഫോറയാണ് മനസ്സിലേക്ക് വരുന്നെങ്കിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരേണ്ട എന്താ? യെസ്, അവർക്ക് ബോഡിയുടെ പുറത്തായിട്ടാണ് കേട്ടോ 8 റോസ് ഓഫ് എന്തുണ്ട്? കോംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ടേം കിട്ടിയല്ലേ, കോംപ്ലേറ്റ്. കോംപ്ലേറ്റ് എന്ന് ഓർക്കുമ്പോൾ എന്താ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഓർക്കണം. ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പം നമുക്കൊരു ടേം കിട്ടി, നമ്മൾ റിലേറ്റ് ചെയ്യുവാണ്. പിന്നീട് അടുത്ത ഫൈലമാണ് പ്ലാറ്റി ഹെൽമിന്തസ്. നമുക്ക് ആ വേർഡിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പ്ലാറ്റി എന്ന് വെച്ചാൽ ഫ്ലാറ്റ് എന്നാണ്, ഹെൽമിന്തസ് എന്ന് വെച്ചാൽ വോമാണ്. അപ്പം ബോഡി ഡോർസോ വെൻട്രലി ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന ആനിമൽസ് അല്ലെങ്കിൽ ഇരിക്കുന്ന ഓർഗാനിസം എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫൈലമാണ് പ്ലാറ്റി ഹെൽമിന്തസ് കേട്ടോ. അതാണ് അവരുടെ പ്രത്യേകത. ഇനി ഇതിൻ്റെ അകത്ത് മജോറിറ്റി ഓഫ് ഓർഗാനിസവും എൻഡോ പാരസൈറ്റ് ആണ്, അതായത് ഒരു ഹോസ്റ്റിൻ്റെ ബോഡിക്കകത്തായിരിക്കും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് വേണം അല്ലേ. ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയിൽ പിടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഡാപ്റ്റേഷൻസ് വേണം. അതിന് ഹുക്കുണ്ട്, സക്കർ എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് പ്ലാറ്റി ഹെൽമിന്തസായി കുറച്ച് എക്സാമ്പിൾസും ഉണ്ട്. ഇനി അടുത്തതാണ് അടുത്ത ഇതാണ് ആഷെൽമിന്തസ് എന്ന് പറയുന്നത്. ആഷെൽമിന്തസ് എന്ന് പറയുമ്പം റൗണ്ട് വേംസ് ആണ് കേട്ടോ. റൗണ്ട് വേംസ് ആണ് അവരുടെ കോമൺ നെയിം, റൗണ്ട് വേം എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ദേ ആർ സ്യൂഡോസീലോമേറ്റ്സ്. കുറച്ച് എക്സാമ്പിൾസും ഉണ്ട്. അടുത്ത ഫൈലമാണ് എർത്ത് വേം ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അനലിഡ. അനലിഡ എന്ന് പറയുമ്പോൾ എന്താ? അന്യൂൾസ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് അന്യൂൾസ് എന്ന് വെച്ചാൽ റിങ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നാണ് കേട്ടോ. നിങ്ങൾ എർത്ത് വേമിനെയൊക്കെ കണ്ടിട്ടില്ലേ? ഈ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു എർത്ത് വേം വരണം. ഒരു എർത്ത് വേമിനെ ഇമാജിൻ ചെയ്യണം. എർത്ത് വേമിൻ്റെ ബോഡിയിൽ എങ്ങനെയാണ്? കുറച്ച് റിങ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ അന്യുലസ് അല്ലെങ്കിൽ അന്യുലെ എന്ന് പറയും. അങ്ങനെ അന്യുലസ് ഉള്ളവരെ നമ്മൾ അനലിഡ എന്ന് പറഞ്ഞ ഫൈലത്തിൽ ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ്. ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റഡ് ആണ്. പോഡ, ഇനി എവിടെയെങ്കിലും പോഡ എന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻറ്റഡ് അപ്പൻഡേജസിനെയാണ് പോഡ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർത്രോപോഡ വാക്കിനെ ഒരുമിച്ച് ചേർത്ത് പറയുവാണെങ്കിൽ ജോയിൻറ്റഡ് അപ്പൻഡേജസ്. ഓക്കെ, ഇനി അടുത്തത് മൊളുസ്ക. മൊളുസ്ക എല്ലാം നോർമലി എവിടെയാണ് കാണുന്നത്? അക്വാട്ടിക് എൻവയോൺമെൻറ്റിലാണ്. എന്നാൽ കുറച്ച് ടെറസ്ട്രിയൽ മൊളുസ്കകളും ഉണ്ട്. അടുത്തത് എക്കൈനോഡെർമാറ്റ. എക്കൈനോഡെർമാറ്റ എന്ന് പറഞ്ഞാൽ സ്പൈനി സ്കിൻഡ് ബോഡി ഉള്ളവരാ കേട്ടോ. ചില മുള്ളു പോലത്തെ സ്ട്രക്ചർ ഉള്ളവരാണ് എക്കൈനോഡെർമാറ്റ. ആൻഡ് ലാസ്റ്റ് ഫൈലം നമ്മുടെ നോൺ കോഡൈറ്റയിലേക്ക് വരുമ്പോൾ അവസാനത്തെ ഫൈലമാണ് ഹെമികോഡൈറ്റ. ഹെമികോഡൈറ്റ എന്ന് വെച്ചാൽ എന്താ? പകുതി നോൺ കോഡൈറ്റിൻ്റെ ക്യാരക്ടറും പകുതി കോഡൈറ്റിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഇവരെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവരെന്ന് പറയുന്നത് ഇവർ ഓൾറെഡി പണ്ട് കോഡൈറ്റ് എന്ന് പറഞ്ഞ ഫൈലത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നു. പക്ഷെ ചില ക്യാരക്ടറുകൾ അവർ ആരോട് സിമിലർ ആയിരുന്നു? നോൺ കോഡൈറ്റിന് സിമിലർ ആയിരുന്നതുകൊണ്ട് അവരെ പിടിച്ച് കോഡൈറ്റിൽ നിന്ന് എവിടെ കൊണ്ടുപോയിട്ടു? നോൺ കോഡൈറ്റിൽ ഒരു പുതിയ ഫൈലമായിട്ട് ആഡ് ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് നോൺ കോഡൈറ്റ് കഴിഞ്ഞു.
ഓരോ ടേം കിട്ടുന്നു, നമ്മൾ അത് വെച്ച് ഡിറൈവ് ചെയ്ത് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫൈലം കോഡേറ്റ. അപ്പോഴേ ഓർക്കണം എന്തുകൊണ്ട് ഫൈലം കോഡേറ്റ എന്ന പേര് വന്നു. ഇവർക്കൊരു നോട്ടോകോഡ് ഉണ്ട്. നോട്ടോകോഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരെ കോഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഇവരെ തന്നെ 3 സബ് ഫൈലുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂറോകോഡേറ്റ എന്നും സെഫാലോകോഡേറ്റ എന്നും വെർട്ടിബ്രേറ്റ എന്നും. ഇതിൽ വെർട്ടിബ്രേറ്റയുടെ പ്രത്യേകത എന്താ? ഇവർക്ക് മാത്രം നോട്ടോകോഡ് എന്തായിട്ട് മാറി? നമ്മളെപ്പോലെ ഒരു വെർട്ടിബ്രൽ കോളം. അപ്പം നമ്മളെല്ലാം വരുന്നത് എന്താത്താ? ഈ വെർട്ടിബ്രേറ്റ എന്ന് പറഞ്ഞ സബ് ഫൈലത്തിലാണ്. തുടർന്ന് നമ്മൾ വെർട്ടിബ്രേറ്റയുടെ കാര്യങ്ങളാണ് പഠിക്കുന്നത് അല്ലേ? വെർട്ടിബ്രേറ്റയെ നമ്മൾ ഇനി ഡിവൈഡ് ചെയ്യുവാണ്. എഗ്നാത്ത എന്നും നാത്തോസ്റ്റൊമാറ്റ എന്നും. എഗ്നാത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനത്തെ ജോ ഇല്ലാത്തവരാണ്. നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ജോവിഡ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സിനെയാണ് നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇനി എഗ്നാത്തയിൽ ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും 2 സൂപ്പർ ക്ലാസ് ഉണ്ട്. ഫിഷ് ഒക്കെ വരുന്ന സൂപ്പർ ക്ലാസ് പിസസ് അവർ ലിംബ്ലെസ് വെർട്ടിബ്രേറ്റ്സ്. ലിംബ് എന്ന് പറഞ്ഞാൽ എന്താ? കൈയും കാലും, അപ്പൻഡേജസ് ഇല്ലാത്തവരാണ്. ഇനി അതേസമയം ടെട്രാപോഡ എന്ന് പറഞ്ഞാലോ 2 പെയർ ഓഫ് ലിംബ് ഉള്ളവരാ, അല്ലെങ്കിൽ 4 ലിംസ് ഉള്ളവരാന്ന് പറയാം. ഓക്കെ. ഇനി പിസസിൽ വരുമ്പോഴത്തേക്കും ചിലരുടെ സ്കെൽട്ടൽ എന്ത് വെച്ചാ ഫോം ചെയ്തിരിക്കുന്നത്? കാർട്ടിലേജ് വെച്ചാ. അതുകൊണ്ട് അവരെ കോൺട്രിക്ടൈസ് എന്ന് പറയും. ഇനി ചിലരുടെ സ്കെൽട്ടൽ ഈസ് ഫോംഡ് ഓഫ് ബോൺ ആണ്. അതുകൊണ്ട് അവരെ നമ്മൾ ഓസ്റ്റിത്തൈസ് എന്നും പറയും. ഇനി നമുക്ക് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലേക്ക് വരുമ്പോൾ 4 ക്ലാസ്സുകളുണ്ട്. ഒന്നാമത്തെ ക്ലാസ് ആണ് ആംഫീബിയൻസ്. പേരിൽ നിന്ന് തന്നെ ഓർക്കുക, അവർക്ക് കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിവുള്ളവരാണ് ആംഫീബിയൻസ്. ആംഫി എന്ന് വെച്ചാൽ ബോത്ത്, 2 സ്ഥലത്തും ലൈഫ് ഉള്ളവരാണ്. കരയിലും ഉണ്ട്, അതുപോലെ വെള്ളത്തിലും ജീവിക്കാം. റെപ്റ്റൈൽസ് എന്ന് പറയുമ്പം അടുത്ത ക്ലാസ് ആണ് റെപ്റ്റൈൽസ്. ക്രോളിംഗ് അല്ലെങ്കിൽ ക്രീപ്പിംഗ്, എഴഞ്ഞെഴഞ്ഞ് പോകുന്നവരാണ് റെപ്റ്റൈൽസ്. ഏവ്സ് എന്ന് പറഞ്ഞാലോ ഈ കാറ്റഗറിയിൽ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഉള്ളവരാണ് ഏവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും കുറച്ച് എക്സെപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഓസ്ട്രിച്ച്, എമു അങ്ങനത്തെ ബേർഡുകളെല്ലാം ഫ്ലൈറ്റ് ലെസ് ബേർഡ്സ് ആണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഉള്ളവരാന്ന് പറയുമ്പം ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഇല്ലാത്തവരെയും കൂടെ മനസ്സിൽ ഓർക്കണം. ആൻഡ് ലാസ്റ്റ് ക്ലാസ് മമേലിയ. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കാൻ കാരണം? മാമറി ഗ്ലാൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. മമേലിയയുടെ തന്നെ ഒരു യുണീക്ക് ഫീച്ചറാണ്, അവർക്ക് അവരുടെ യങ് വൺസിന് നറിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാമറി ഗ്ലാൻസ് ഉണ്ട്. മാമലാണോ മാമറി ഗ്ലാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ പേര് വന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫൈലം അല്ലെങ്കിൽ നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിക്കുവാണ് കേട്ടോ. അപ്പം ഈ ഒരു ചാപ്റ്ററാണ് ബാക്കിയുള്ള എല്ലാ പാഠത്തിലേക്കും നമുക്കൊരു ബേസ് ആയിട്ട് നമ്മൾ അടുത്ത സുവോളജിയുടെ ഒരു പ്രോപ്പർ ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആനിമൽസിൻ്റെ പേരും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. NCERT-യിൽ പറഞ്ഞിരിക്കുന്ന വേർഡുകളും എക്സാമ്പിൾസും എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പെട്ടെന്ന് നമ്മൾ കുറേ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളാണ്. കുറച്ച് ടേമുകൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കാണാപ്പാഠം പഠിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? വെറുതെ വീട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആലോചിക്കുക, സ്കൈഫ അതെന്താ സാധനം, എവിടെയാണ് ഉള്ളത്, ഏത് ഫൈലത്തിലാണ് കാണുന്നത്, അങ്ങനെ ഇങ്ങനെ ആലോചിക്കുക. കുറേ തവണ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ തന്നെത്താൻ ഇതങ്ങ് സ്റ്റോർ ചെയ്തോളും. അല്ലാതെ എക്സാമിൻ്റെ തലേന്ന് എടുത്തിട്ട് പോറിഫറ അങ്ങനെയൊക്കെ വായിച്ചാൽ ഒരിക്കലും നമ്മുടെ തലയിൽ നിൽക്കത്തില്ല കേട്ടോ. ആ എക്സാം കഴിയുമ്പോഴേ അത് തലേന്ന് അങ്ങ് പോകും. നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമാണോ പഠിക്കുന്നത്? അല്ല, നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവണം. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റിവൈസ് ചെയ്യണമെന്നില്ല, തന്നെത്താനെ ആലോചിക്കുക. കിട്ടാതെ വരുമ്പം കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുക. അപ്പോൾ അടുത്ത തവണ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്കത് പ്രശ്നം വരില്ല. അപ്പോൾ നമുക്കിനി ഉള്ളത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്നാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ NCERT വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗമേ ഉള്ളൂ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രോഗിനെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം ഇതിനു മുമ്പുള്ള NCERT-യിൽ കുറച്ചുകൂടെ അഡീഷണൽ ഉണ്ടായിരുന്നു കേട്ടോ. ടിഷ്യൂസ് എന്ന് പറഞ്ഞ പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് പഠിക്കുന്നത് തെറ്റൊന്നുമല്ല. കാരണം നമ്മൾ ഇനി ഏത് ചാപ്റ്റർ പഠിച്ചാലും സുവോളജി പഠിക്കുമ്പോൾ നമ്മൾ ആനിമൽ സെൽസിനെ പറ്റി അല്ലെങ്കിൽ ആനിമൽ ടിഷ്യൂസിനെ പറ്റി പഠിക്കാതെ എന്ത് സുവോളജി പഠിക്കാനാ അല്ലേ? കാരണം ഏതൊരു ചാപ്റ്ററിൽ വന്നാലും നിങ്ങൾ കേൾക്കാൻ പോകുന്ന കുറേ സെല്ലുകളുടെ പേരുണ്ട്. എപ്പിത്തീലിയം, കണക്റ്റീവ് ടിഷ്യൂ, അങ്ങനെയൊക്കെ നിങ്ങൾ കുറേ കേൾക്കും. അപ്പം നിങ്ങൾക്ക് എപ്പിത്തീലിയം എന്താ, കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് അറിയാതെ നിങ്ങളിത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? സോ പറ്റുവാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് സാധിക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷനും കൂടെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ബാക്കി ഫിസിയോളജി പോർഷനൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറത്തുള്ളൂ. ഇനി ശരിക്കും ഇപ്പോൾ NCERT ടെക്സ്റ്റിൽ ഫ്രോഗ് മാത്രമേ ഉള്ളൂ. ഫ്രോഗിൻ്റെ
നമുക്ക് അനാട്ടമി പഠിക്കാനുണ്ട്. അനാട്ടമി തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കാനുണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കാനുണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. മെയിൽ ഫീമെയിൽ ഫ്രോഗ് സെപ്പറേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോഴേ അതിനകത്ത് ഒരു കാര്യം ഓർത്തോണം, മെയിലും ഫീമെയിൽ ഫ്രോഗും തമ്മിൽ വ്യത്യാസമുണ്ട്. മെയിൽ ഫ്രോഗിൻ്റെ കേസിൽ യൂറിൻ പാസ് ചെയ്യുന്നതും അതുപോലെ അവരുടെ സ്പേംസ്, ഗമൈറ്റ് ആയിട്ടുള്ള സ്പേംസ് പാസ് ചെയ്യുന്നതും ഒരേ ട്രാക്റ്റിക്കോടെ കേട്ടോ. അതുകൊണ്ടാണ് അവരെ നമ്മൾ യൂറിനോ ജെനൈറ്റൽ ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ പഠിക്കുന്ന കുറേ കാര്യങ്ങളിൽ ഇങ്ങനത്തെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന ആൾക്ക് മാത്രമേ അത് കാണത്തുള്ളൂ. യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എഴുതുമ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് എഴുതണം. നിങ്ങൾ തിയറി എക്സാമിന് എഴുതുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ഹൈലൈറ്റ് ആയിട്ട് എഴുതിക്കോളുക. യൂറിനോ ജെനൈറ്റൽ ട്രാക്റ്റ്. അതേസമയം ഫീമെയിൽസിൻ്റെ കേസിലേക്ക് വരുമ്പോഴോ അവർക്ക് യൂറിൻ പാസ് ചെയ്യാനും ഗമൈറ്റ്സ് പാസ് ചെയ്യാനും സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാക്റ്റുകളുണ്ട്. യൂറിനോ ജെനൈറ്റൽ ട്രാക്റ്റ് കോമൺ അല്ല, സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഫ്രോഗിൻ്റെ കാര്യമായി. ഫ്രോഗിൻ്റെ അനാട്ടമി നമുക്ക് പഠിക്കണം. ഫ്രോഗ് എവിടെയാണ് കാണുന്നത്, ഫ്രോഗിൻ്റെ ഓരോരോ ബോഡി സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഫ്രോഗ് എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് NCERT-ലുള്ള ഫ്രോഗിൻ്റെ ഫിഗറൊക്കെ വരണം. നിങ്ങൾ ഫ്രോഗിനെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മഴക്കാലമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്രോഗൊക്കെ വരാറുണ്ടല്ലോ. അപ്പം എന്തായാലും ഒരു ഫ്രോഗിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ നിങ്ങൾ. അപ്പം നമ്മൾ കുറേ തിയറി പഠിക്കുന്നതിനേക്കാളും എളുപ്പം ഒരു ഫ്രോഗിനെ മനസ്സിൽ ഓർക്കുന്നതല്ലേ. അപ്പം ഫ്രോഗിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചർ അത്ര നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും എക്സ്റ്റേണലി ഒരു ഫ്രോഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയത്തില്ലേ. സ്ലൈമിയാണ് അല്ലേ. അവരുടെ സ്കിന്നിന് എപ്പോഴും മ്യൂക്കസ് ഗ്ലാൻഡിന് സെക്രീഷൻസ് ഉണ്ട്, വഴുവഴുപ്പുള്ളവരാ അല്ലേ. അത് കാണുമ്പോഴേ നമുക്കറിയാം. മൾട്ടി കളേർഡാണ്. പലപ്പോഴും ഫ്രോഗിൻ്റെ അപ്പർ റീജിയൻ ഗ്രീൻ കളറും താഴത്തെ റീജിയൻ യെല്ലോ കളറുമാണ്. അങ്ങനെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും വെച്ച് നമുക്ക് സുവോളജിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സെറ്റാക്കാൻ പറ്റും. അങ്ങനെ സെറ്റാക്കാൻ പറ്റുന്ന ഒരാളാണ് ഫ്രോഗ്. ഫ്രോഗിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഫീച്ചേഴ്സൊക്കെ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. പിന്നെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്, അതിൽ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കാണാപ്പാടം പഠിക്കരുത്. ഒരു ഫ്ലോ ചാർട്ട് എഴുതുക. ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എലമെൻ്ററി കനാലിൽ എന്തൊക്കെ പാർട്ടുണ്ട്, മൗത്തിൽ എൻ്റർ ചെയ്യുന്ന ഫുഡ് എങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ഫ്ലോ ചാർട്ടായിട്ട് വരച്ച് നിങ്ങളുടെ നോട്ടിലുണ്ടായിരിക്കണം. അപ്പം സാധാരണ നമ്മൾ NCERT ടെക്സ്റ്റാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷേ ഇതിനു വേണ്ടി തന്നെ ഒരു ബുക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ വായിച്ചു വരുന്ന ഓരോരോ പോയിന്റുകൾ നമുക്ക് പോയിൻ്റായിട്ട് തന്നെ പാരഗ്രാഫായിട്ട് എഴുതുന്നതിന് പകരം ഓരോരോ പോയിൻ്റായിട്ട് എഴുതുക. ഫ്ലോ ചാർട്ട് വേണ്ട സ്ഥലത്ത് ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എക്സാമിൻ്റെ തലേന്നാണെങ്കിലും ഓടിച്ചിട്ട് വിടാൻ പറ്റും. മറ്റേതാണെങ്കിലോ പാരഗ്രാഫ് ഇരുന്ന് വായിച്ച് കുറേ സമയം കളയും. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷനെ പറ്റി ഇത്രയാണ് മിസ്സിന് പറയാനുള്ളത്. ഇനി ബയോമോളിക്യൂൾസിലേക്ക് വരുമ്പം മക്കളെ, ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ബോട്ടണി പഠിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പല ആൾക്കാരുടെ പേര് കേൾക്കും. പൈറുവേറ്റ്, ഗ്ലൂക്കോസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ പേര് കേൾക്കും. അപ്പോൾ ആ പേരൊക്കെ എവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നത്? ഈ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്രോട്ടീൻസിനെ പറ്റി പഠിക്കാറുണ്ട്, ലിപ്പിഡിനെ പറ്റി പഠിക്കാറുണ്ട്, ന്യൂക്ലിക് ആസിഡിനെ പറ്റി പഠിക്കാറുണ്ട്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതും കൊണ്ട് നിൽക്കത്തില്ല, +1 നിൽക്കത്തില്ല. എങ്ങോട്ടാണ് അത് കടക്കുന്നത്? +2ലേക്ക്. +2 2 ചാപ്റ്ററാണ് നമുക്കിത് പറ്റി പഠിക്കാനുള്ളത്. മെയിനായിട്ടും മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ DNA പറ്റി തന്നെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ജെനറ്റിക്സിൽ വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ സ്ട്രക്ചറൊക്കെ ചെറുതായിട്ടൊന്ന് വരയ്ക്കാൻ പഠിക്കുക, ഒരു സ്ട്രക്ചർ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഔട്ട് ഒത്തിരി ഒന്നും പഠിക്കണമെന്നില്ല. എന്താണ് NCERT പറയുന്നത്, എന്താണ് NCERT-യിലുള്ള ഫിഗറുകൾ, അതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബയോമോളിക്യൂൾസിലുള്ള ഒരാളെയും ഒരു സ്ട്രക്ചറിനെയും വിട്ട് കളഞ്ഞേക്കരുത്. കാരണം നമുക്ക് അത് ഓരോരോ ചാപ്റ്ററിൽ ആവശ്യം വരുന്നതാണ് കേട്ടോ. ഇപ്പം ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരണം, അല്ലെങ്കിൽ അതെന്താണെന്ന് ഓർക്കണം. അതൊരു കാർബോഹൈഡ്രേറ്റ് ആണോ, പ്രോട്ടീൻ ആണോ, അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം കേട്ടോ. ഇനി അടുത്തൊരു ചാപ്റ്റർ, ഇനി നമ്മൾ പറയാൻ പോകുന്നില്ല ഫിസിയോളജി പോർഷൻസാണ്, അതായത് നമ്മുടെ ഹ്യൂമൻ അനാട്ടമി പോർഷൻസ്. അതിൽ ആദ്യത്തെയാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീത്തിങ്ങിൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് ബ്രീത്തിങ്. ആദ്യത്തെ പോർഷനൊക്കെ വെറും അനാട്ടമിയാണ്. ലങ്സ് എന്താ, ആൽവിയോള എന്താ,
ഏതൊക്കെ പാത്ത് വഴിയാണ് ലങ്സിലോട്ട് എയർ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പം പെട്ടെന്ന് ബ്രീത്തിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു പാരഗ്രാഫ് നമുക്കൊരു ഫ്ലോ ചാർട്ട് കൊണ്ട് അവസാനിക്കാം. എക്സ്റ്റേണൽ നോസ്ട്രിൽ വഴി എയർ അകത്തോട്ട് കയറുന്നു, നെയ്സൽ പാസേജ്, അവിടുന്ന് നെയ്സൽ ക്യാവിറ്റി, പിന്നീട് നമ്മുടെ എയർ നേരെ ഫാരിങ്സിലോട്ട് പോകുന്നു. അപ്പം ഫാരിങ്സിനെ പറ്റി ഓർക്കുമ്പം ഫാരിങ്സിൽ കൂടെ ഫുഡും പോവും എയറും പോകുമെന്ന് ഓർക്കുക. ഇനി അവിടുന്ന് ഫാരിങ്സിൽ നിന്ന് എയർ നേരെ ലാരിങ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിലേക്കും, ലാരിങ്സിൽ നിന്ന് പിന്നീട് ട്രക്കിയ എന്ന് പറഞ്ഞൊരു എലോങ്ങേറ്റഡ് ട്യൂബിലേക്കും, ട്രക്കിയയിൽ നിന്ന് ട്രക്കിയ സ്പ്ലിറ്റ് ചെയ്ത് 2 ലങ്സിലോട്ടും പ്രൈമറി ബ്രോങ്കയായിട്ട് എൻ്റർ ചെയ്യുവാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ എൻസിആർ ടെക്സ്റ്റ് വലിയൊരു പാരഗ്രാഫായിട്ടാണ് തന്നിരിക്കുന്നത്. അത് മിസ് വളരെ സിമ്പിളായിട്ടൊരു ചെറിയ ഫ്ലോ ചാർട്ടായിട്ട് ഇതേ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ 2 ലങ്സിലേക്കും പ്രൈമറി ബ്രോങ്കയായിട്ട് എൻ്റർ ചെയ്തു. പ്രൈമറി ബ്രോങ്കെ സ്പ്ലിറ്റ് ചെയ്തു, സെക്കൻഡറി ആയി, സെക്കൻഡറി ടേർഷ്യറി ആയി. അവിടെ വരെ നിങ്ങൾ ബ്രോങ്കൈ എന്ന് പറഞ്ഞു. പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ട്യൂബുകളെ ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇനീഷ്യൽ പാർട്ടിന് ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് എന്നും അവസാനത്തെ പാർട്ടിന് ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്നും പറഞ്ഞു. ടെർമിനൽ ബ്രോങ്കിയോൾസ് അവസാനിക്കുന്നത് ആൽവിയോളയിൽ. ഇനി ഈ ചാപ്റ്ററിൽ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ഉണ്ട്. ഒരു ശ്വാസം നമ്മൾ എടുക്കുന്ന സമയത്തും ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്തും നമ്മുടെ ലങ്സ് കാണിക്കുന്ന ചേഞ്ചുകൾ കാണാപ്പാടം പഠിക്കരുത്, ആലോചിക്കുക. കാരണം നമ്മളിത് യൂഷ്വലി എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ, നമ്മൾ ഓർത്തെടുത്തിരുന്ന് ചെയ്യുന്ന പരിപാടികളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്ത് ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നു, ഫ്ലാറ്റായിട്ട് മാറുന്നു, വോളിയം കൂടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഇമാജിൻ ചെയ്യുക, കാണാപ്പാടം പഠിക്കരുത്. ഓക്കെ, സുവോളജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാപ്പാടം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണ്ട. എല്ലാം നമുക്ക് ആലോചിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഫിസിയോളജി പോർഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം നമ്മളെ പറ്റിയല്ലേ നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് ഇമാജിൻ ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് വരുന്നത് റെസ്പിറേറ്ററി വോളിയം ആൻഡ് ലങ് കപ്പാസിറ്റീസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും കാണാപ്പാടം പഠിക്കണം. അവിടെയും നിങ്ങൾ സെൻറ്റൻസുകളുടെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് കുറച്ച് വോളിയൂംസ് ഉണ്ട് കാണാപ്പാടം പഠിക്കാൻ, അത് മാത്രം കാണാപ്പാടം പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും എൻ സി ആർ ടിയിലെ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. എൻ സി ആർ ടി നമുക്ക് മനപ്പാടമായിരിക്കണം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് ഇന്ന ചാപ്റ്ററിലെ ഇന്ന സ്ഥലമാണെന്ന് പറയാൻ നമുക്ക് പഠിക്കണം. അപ്പോഴത്തേക്കുമാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ എക്സ്പേർട്ടായെന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഇതാണെന്ന് പറയാൻ നമുക്കറിയണം. അത് വേറൊരാൾ പറഞ്ഞു തന്നിട്ടൊന്നും ആവരുത്, നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഒരു തവണ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല, 2 3 തവണ ട്രൈ ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ്. അവിടെ നമ്മുടെ ബ്ലഡിനെ പറ്റിയും ബ്ലഡിൻ്റെ ഡീറ്റെയിലിങ്ങും എല്ലാം പഠിക്കും. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അവിടെ കാർഡിയാക് സൈക്കിളിനാണ് കേട്ടോ. കാർഡിയാക് സൈക്കിൾ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സമയത്ത് ഹാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതും നമുക്കൊരു ഫ്ലോ ചാർട്ടായിട്ട് പഠിക്കാം. ഒരു സർക്കിൾ പോലെ പഠിക്കുക, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ ചെന്ന് അവസാനിക്കുന്നു. അതും കാണാപ്പാടം പഠിക്കണ്ട, നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് വായിക്കുക, നമുക്ക് വേണ്ട പോയിന്റുകൾ എഴുതി വെക്കുക, എന്നിട്ട് ഇമാജിൻ ചെയ്യുക. ഇത് ഏട്രിയ കൺട്രാക്ട് ചെയ്യുമ്പം വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് ഏട്രിയയിലുള്ള ബ്ലഡ് 2 വെൻട്രിക്കിൾസിലേക്കും വരുന്നു. അങ്ങനെ അങ്ങനെ ഇമാജിൻ ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കാർഡിയാക് സൈക്കിൾ നമുക്ക് തീരും. പിന്നെ ബ്ലഡിൻ്റെ കമ്പോണൻസ് കേട്ടോ. ബ്ലഡ് എന്ന് പറയുമ്പം ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. വെള്ളം പോലെ ഇരിക്കുന്ന ഡിഫറെൻറ്റ് ഓർഗൻസിനെ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ബ്ലഡിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ഓർക്കുക. ബ്ലഡിൻ്റെ മേജർ പോർഷനും 55% വെള്ളമാണ്, അതായത് ഫ്ലൂയിഡ് മെട്രിക്സ് ആണ്. അതിന് 45% മാത്രമേ RBC WBC പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ സെല്ലുകളുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതെല്ലാം ഓർമ്മ വരണം. പിന്നെ അടുത്തത് എക്സ്ക്രീഷൻ. എക്സ്ക്രീഷനിൽ നമുക്ക് മെയിനായിട്ടും അറിയേണ്ടത് കിഡ്നീനെ പറ്റിയ, കിഡ്നിയുടെ സ്ട്രക്ചർ, എങ്ങനെയാണ് കിഡ്നി ഒരു യൂറിനെ ഫിൽട്ടർ ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത്, കൗണ്ടർ കറണ്ട് മെക്കാനിസം. അപ്പോൾ അവിടെയും എൻ സി ആർ ടിയിൽ ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ക്രൈബ് ചെയ്യാൻ പഠിക്കേണ്ടത് കേട്ടോ. ആൻഡ് ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻ്റ് ആണ്. ലോക്കോമോഷനിൽ ആ ചാപ്റ്ററിൽ എന്താണ് ലോക്കോമോഷൻ, എന്താണ് മൂവ്മെൻ്റ് എന്ന് പഠിക്കണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമുക്ക് മസ്കുലാർ സിസ്റ്റം ഉണ്ട്. എത്ര നമ്പർ ഓഫ് മസിൽസ് ഉണ്ട്, എത്ര ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ടെന്ന് പഠിക്കുക. ഓരോ മസിലിനെയും ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം, ഇത് ഇന്ന മസിലാ, സ്കെൽട്ടൽ മസിലാ, വിസറൽ മസിലാ. വിസറൽ മസിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻറ്റേർണൽ ബോഡി ഓർഗനുമായിട്ടായിരിക്കും ബന്ധം. ഇനി ലാസ്റ്റ് ആ ഒരു മസിലിൻ്റെ ലാസ്റ്റ് വരുന്ന മസിൽ കൺട്രാക്ഷൻ. നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ പോയി തൊട്ടിട്ട് നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും അല്ലേ. ആ കൈ വലിക്കുന്ന സമയത്ത് എന്താ നടക്കുന്നത്, കൺട്രാക്ഷനാണ്.
അപ്പം ഇമാജിൻ ചെയ്യണം എന്തൊക്കെ പരിപാടിയാണ് നടക്കുന്നതെന്ന്. നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇമ്പൾസ് വരും, നമ്മുടെ മസിലിൽ വന്ന് ആക്ട് ചെയ്യും, മസിൽ അവരുടെ ലെങ്ത് കുറച്ചു, ആ ലെങ്ത് കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് കെമിക്കൽ പ്രോസസ്സുകളും കൂടെ ഉണ്ട്. ആൻഡ് പിന്നീട് ഇതിൻ്റെ അകത്ത് കുറച്ച് കാണാപ്പാടം പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സ്കെൽറ്റൽ സിസ്റ്റം. ബോഡിയിൽ എത്ര നമ്പർ ഓഫ് ബോണുകളുണ്ട്, ഓരോ ബോണിനെയും എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ചാപ്റ്റർ. ദെൻ ഇതിൻ്റെ എല്ലാം മെയിനായിട്ട് വരുന്ന കൺട്രോളിങ് മെക്കാനിസം പഠിക്കുന്ന ചാപ്റ്ററാണ് അടുത്ത രണ്ടും, ന്യൂറൽ കോർഡിനേഷനും കെമിക്കൽ കോർഡിനേഷനും. ന്യൂറൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നമ്മുടെ നെർവസ് ഇമ്പൾസിനെ പറ്റി പറയുന്ന കാര്യമാണ് ന്യൂറൽ കോർഡിനേഷൻ. ഇനി ബോഡിയുടെ ചില ഭാഗങ്ങളിലേക്ക് നെർവസ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ വരാത്തതുകൊണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്? എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ ഓർക്കണം, എൻഡോക്രൈൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഗ്ലാൻഡ് ആണ്. പക്ഷേ ആ ഗ്ലാൻഡിന് അവരുടെ സെക്രീഷൻസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് ഡക്റ്റുകളില്ല. ഇനി ബോഡിയിൽ എത്ര ടൈപ്പ് ഓഫ് ഗ്ലാൻഡുകൾ ഉണ്ടെന്ന് ഓർക്കണം. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ തൈമസ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഗ്ലാൻഡുകളുണ്ട്. ഓരോ ഗ്ലാൻഡിനും അവരുടേതായിട്ടുള്ള സെക്രീഷൻസും കൺട്രോൾ മെക്കാനിസവും ഉണ്ട്. അപ്പോൾ സുവോളജിയുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം വലിയ വലിയ ട്രിക്കോ ടിപ്പോ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓരോ വാക്കും അതിൻ്റെ സെൻറ്റൻസും മീനിങ് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കുക. അല്ലാതെ ഒരു ടെക്സ്റ്റ് കൈ കിട്ടിക്കഴിയുമ്പം വെറുതെ കാണാപ്പാടം പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കരുത്. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? ആ പരീക്ഷ കഴിയുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ കാര്യം പോകും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ കാര്യം പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ 2 കൊല്ലം കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, അല്ലേ? ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യം വരും ഈ കാര്യങ്ങളെല്ലാം. അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലാസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം മിസ്സ് പറഞ്ഞു തരുന്ന ഒരു കോഡ് വെച്ചിട്ട് ചിലപ്പം വേറൊരാൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് വായിക്കുക. നിങ്ങൾക്ക് പരീക്ഷയുടെ സമയത്ത് അത് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കോഡ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. നിങ്ങൾ തന്നെ ഉണ്ടാക്കുമ്പം ഒരിക്കലും നിങ്ങൾക്കത് മറന്നു പോവില്ല. വേറൊരാൾ പറഞ്ഞു തരുന്ന കോഡ് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്കതൊരു മറന്നു പോകൽ എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് പോകുന്നത്. സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് സ്വന്തമായിട്ടൊരു കാര്യം കണ്ടുപിടിക്കുമ്പം ഒരാളും അത് മറന്നു പോകത്തില്ല. സോ സുവോളജി +1 ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് മിസ്സിന് ഇത്രേ പറയാനുള്ളൂ. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് ആ പഠിച്ചു അന്നേരം വിട്ടു പിന്നെ പരീക്ഷയുടെ തലേന്ന് നോക്കാൻ നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും ടെക്സ്റ്റ് എടുത്ത് വായിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക. ആലോചിച്ച് മറന്നു പോകുന്ന ഏതെങ്കിലും ഒരു കാര്യം എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓടിപ്പോയി ടെക്സ്റ്റ് എടുത്ത് തുറന്ന് നോക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തന്നെ റിവൈസ് ചെയ്യുമ്പം വളരെ എളുപ്പത്തിൽ +1 ടോപ്പിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ പരീക്ഷകളിലും ഇതുപോലെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. NCERT ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അതിൻ്റെ അകത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, ചിലപ്പം നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് മൊത്തം കാണാപ്പാടം പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ കോൺസെപ്റ്റ് അറിയാമെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ തന്നെ അതിനെ പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കാൻ പറ്റും, അല്ലേ? അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.